കൃപാസനം പത്രം ജൂൺ 2025 പാർട്ട് 7. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചാലക്കുടിയിൽ നിന്നുള്ള ഡേവിസിന്റെ സാക്ഷ്യം. ക്യാൻസർ രോഗിയായ ഭാര്യയെ കൃപാസനത്തിൽ കൊണ്ടുവന്നതും എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി. ഡോക്ടർ പറഞ്ഞു, ഈ രോഗവുമായി ഇങ്ങോട്ട് വരണ്ട, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. എൻ്റെ ഭാര്യയ്ക്ക് 1 വർഷമായി പനിയും ചുമയും വിട്ടുമാറാതായപ്പോൾ ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തു. സ്കാനിംഗ് റിസൾട്ട് വന്നപ്പോൾ ലങ്സിൽ ക്യാൻസർ ആണെന്നും 3rd സ്റ്റേജ് ആണെന്നും പറഞ്ഞു. ഭാര്യ ഇതിനിടയിൽ തീരെ അവശയായി. ഞാൻ RCCയിൽ പോയി ഡോക്ടറെ കണ്ട് ടെസ്റ്റുകളൊക്കെ നടത്തി. അതിനുശേഷം ഭാര്യയെ എടുത്തുകൊണ്ട് മുകളിൽ കയറി ഉടമ്പടി പുതുക്കാനിരിക്കുന്ന സമയം എനിക്ക് നല്ല സുഗന്ധാഭിഷേകമുണ്ടായി. തിരിച്ചെനിക്ക് ഭാര്യയെ എടുത്തുകൊണ്ട് ഇറക്കേണ്ടി വന്നില്ല. കയ്യിൽ പിടിച്ച് നടന്നിറങ്ങി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുകയും ഇനി ഈ രോഗവും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ആൾക്കും മരുന്നും വേണ്ട, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഭാര്യയ്ക്ക് സൗഖ്യം ലഭിച്ചു. തൃക്കാക്കരയിൽ നിന്നുള്ള ലിമ ഡിസിൽവയുടെ സാക്ഷ്യം. 25 വർഷമായി ഞങ്ങൾക്ക് ഭവനമോ സ്ഥലമോ ഉണ്ടായിരുന്നില്ല. ഉടമ്പടിയിൽ മാതാവ് ഇടപെട്ടപ്പോൾ കിട്ടിയ ഭവനത്തിന്റെ താക്കോലുമായാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞങ്ങൾക്ക് 25 കൊല്ലമായി ഒരു ഭവനമോ സ്വന്തമായി സ്ഥലമോ ഉണ്ടായിരുന്നില്ല. 23 വർഷമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് 3 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഇടവകയിൽ തന്നെ 39 ലക്ഷം രൂപയ്ക്ക് സ്ഥലം വാങ്ങാൻ സാധിച്ചു. സ്ഥലം വാങ്ങിയെങ്കിലും വീട് പണി തുടങ്ങാൻ പണമുണ്ടായിരുന്നില്ല. ഒരുപാട് പേർ ലക്ഷങ്ങൾ തന്ന് ഞങ്ങളെ സഹായിക്കുകയും 3 നിലയുള്ള നല്ലൊരു ഭവനം പണിയുന്നതിനും പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. അതിന്റെ താക്കോലുമായി വന്ന് ഞാൻ സാക്ഷ്യം പറയുകയാണ്. കൂടാതെ ഞാനും ഭർത്താവും 2 വീലറിൽ വല്ലാർപാടം കണ്ടെയ്നർ റോഡ് തിരിഞ്ഞു വരുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ബസ് വന്ന് ഞങ്ങളെ ഇടിക്കുകയും ഞങ്ങൾ സ്പോട്ടിൽ മരിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ആ ബസ് ഞങ്ങളുടെ തൊട്ടുപുറകിലുള്ള പോസ്റ്റിലിടിച്ച് തിരിഞ്ഞു കിടക്കുന്നു. ഞങ്ങൾക്കൊരു പോറൽ പോലും ഇല്ലാതെ പരിശുദ്ധ അമ്മ സംരക്ഷിച്ചു. ഓസ്ട്രേലിയ ബ്രിസ്ബെയിനിൽ നിന്നുള്ള ബൈജുഷിന്റെ സാക്ഷ്യം. കൃപാസനത്തോട് വെറുപ്പുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ഒരു ദിവസം ഒരു അമ്മയും 2 പെൺകുട്ടികളും എൻ്റെ വീട്ടിലേക്ക് വന്ന് സഞ്ചാരി മാതാവിനെ പറ്റി പറഞ്ഞു. ശേഷം നടന്നത്. ഞാൻ ഓസ്ട്രേലിയയിൽ കരാട്ടെ ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്യുന്നു. 24 വർഷം മുമ്പ് സ്പോർട്സ് ചെയ്ത സമയത്ത് എൻ്റെ മുട്ടിന് ആക്സിഡന്റ് ആവുകയും അതിനുശേഷം മുട്ടിന് നീരും വേദനയുമായിരുന്നു. നടക്കാനും ജോലി ചെയ്യാനും കിടക്കാൻ പോലും പറ്റാത്ത വിധം വേദനയായിരുന്നു. നാട്ടിലെത്തി പല ഡോക്ടർമാരെ കണ്ടെങ്കിലും സർജറി വേണമെന്ന് പറഞ്ഞു. ഇതിനിടയിൽ പലരും കൃപാസനം പത്രം ഞങ്ങളുടെ വീട്ടുപടിക്കൽ കൊണ്ടുവന്ന് ഇടുമായിരുന്നു. കൃപാസനത്തെക്കുറിച്ച് നെഗറ്റീവ് കമന്റ് കേട്ടിട്ടുള്ളതിനാൽ എനിക്ക് കൃപാസനത്തോട് വളരെ വെറുപ്പായിരുന്നു. ഒരു കാരണവശാലും ഈ വഴിക്ക് വരരുതെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ആ സമയത്താണ് ഒരു അമ്മയും 2 പെൺമക്കളും കൂടി കൃപാസനം പത്രവുമായി എൻ്റെ വീട്ടിലേക്ക് വന്ന് കൃപാസനത്തിലെ അത്ഭുതങ്ങളെ പറ്റിയും സഞ്ചാരി മാതാവ് കൂടെ വരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ വരികയും താല്പര്യമില്ലാതെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി എൻ്റെ മുട്ടുവേദന പൂർണ്ണമായി മാറിക്കിട്ടി. കൂടാതെ മകളുടെ എക്സിമയും മകന്റെ അലർജി രോഗവും മാറിക്കിട്ടി. 2 വർഷമായി ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്നു. കൊല്ലം പുനലൂരിൽ നിന്നുള്ള ലിൻസിയുടെ സാക്ഷ്യം. 35-ാം ദിവസം തന്നെ സമയ ചുരുക്കത്തിന്റെ മാതാവ് എന്റെ വിഷയത്തിൽ ഇടപെട്ടു. 2017 മുതൽ ഉണ്ടായിരുന്ന കേസിന്മേൽ ഉടമ്പടി വഴി മാതാവ് ഇടപെട്ടു. ഞാൻ കൃപാസനത്തിലെ സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മാതാവ് ഇടപെട്ട് ഈ കാര്യങ്ങൾ നിനക്ക് നടത്തി തരുമ്പോൾ നീ സാക്ഷ്യം പറയാമെന്ന് ഈശോയോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടിയെടുത്ത് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് നേർന്നു. ഞങ്ങളുടെ ഭവനത്തിനടുത്ത് ഫുട്ബോൾ മത്സരം നടക്കുന്ന സമയത്തുണ്ടായ വഴക്കിൽ ഒരു വ്യക്തിയുടെ തല പൊട്ടുകയും എൻ്റെ ഭർത്താവ് ആ വ്യക്തിയെ ഹോസ്പിറ്റലിലേക്ക് വാഹനത്തിൽ കയറ്റിവിടുകയും ചെയ്തു. കുറച്ചു ദിവസം കഴിഞ്ഞ് എൻ്റെ ഭവനത്തിലേക്ക് പോലീസ് വരികയും ഒരു തെറ്റും ചെയ്യാത്ത ഭർത്താവിനെ 4ാമത്തെ പ്രതിയായി കേസിൽ ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. 2017 മുതൽ ഭർത്താവ് കേസിന്റെ പുറകെ നടക്കുകയാണ്. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. 35-ാം ദിവസം ഭർത്താവിനെ നിരപരാധിയാണെന്ന് കണ്ട് കേസിൽ നിന്ന് വിട്ടയച്ചു. എറണാകുളത്ത് നിന്നുള്ള നിർമ്മല തെരേസയുടെ സാക്ഷ്യം.
ഉടമ്പടിയിൽ ഞാൻ ഒരു ഗവൺമെന്റ് ജോലി മാത്രമാണ് ചോദിച്ചത്. മാതാവ് തന്നത് സയന്റിസ്റ്റ് ജോലിയും IITയിൽ PhD അഡ്മിഷനും. എനിക്ക് ഗവൺമെന്റ് സ്ഥാപനത്തിൽ പെർമനന്റായി ജോലി ലഭിക്കണമെന്നത് ഒരു സ്വപ്നമായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ജോലിക്ക് വേണ്ടി PSC കോച്ചിങ്ങിന് ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ IITയിൽ PhDക്കുള്ള അഡ്വർടൈസ്മെന്റ് കണ്ട് ഞാൻ അതിന് അപ്ലൈ ചെയ്തു. ഉടമ്പടി കാശ് രൂപം കയ്യിൽ പിടിച്ച് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി PhDക്ക് ജോയിൻ ചെയ്തു. ഇതിനിടയിൽ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ സയന്റിസ്റ്റ് പോസ്റ്റിനുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇന്റർവ്യൂവും ഉടമ്പടി കാശ് രൂപവുമായി പോയി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്റെ അമ്മ കൃപാസനത്തിൽ വന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെയും ഫലമായി ഗവൺമെന്റ് സ്ഥാപനത്തിൽ സയന്റിസ്റ്റായി എനിക്ക് ജോലി ലഭിച്ചു. ഗുജറാത്തിൽ നിന്നുള്ള എഡിസൺ പീറ്ററിന്റെ സാക്ഷ്യം. ഉടമ്പടി ഉപ്പിന്റെ ശക്തമായ വിശ്വാസ പ്രയോഗ അനുഭവങ്ങളാണ് എനിക്ക് ലഭിച്ചത്. ഗുജറാത്തിൽ ജോലി ചെയ്യുന്ന ഞാൻ അവിടുത്തെ പള്ളിയിൽ ദിവസവും കുർബാന നടത്തുന്നതിന് വേണ്ടി ഉടമ്പടിയിൽ നിയോഗം വെച്ച് വെഞ്ചരിച്ച ഉപ്പും ഉടമ്പടി തൈലവും ഇട്ട് പ്രാർത്ഥിക്കുകയും കൃപാസനം മാതാവിന്റെ രൂപം വാങ്ങി അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി 2500 പേരോളം ദിവസവും വരുന്ന തീർത്ഥാടന കേന്ദ്രമായി മാറി. കൂടാതെ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ 20 ഏക്കർ സ്ഥലം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് സേഠ് വളരെയധികം വിഷമിച്ചു. ഞാൻ ഉടമ്പടി പുതുക്കി വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സ്ഥലം തിരികെ ലഭിച്ചു. ആലപ്പുഴ ഹരിപ്പാട് നിന്നുള്ള ലിജിയുടെ സാക്ഷ്യം. അനിയത്തിക്ക് ഒരു കൂട്ടായിട്ടാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത്. അൾത്താരയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ സന്ദേശമനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ മാതാവ് ചെയ്തത്. എന്റെ അനിയത്തിക്ക് ഒരു കൂട്ടായിട്ടാണ് 2019 ഞാൻ കൃപാസനത്തിൽ വരുന്നത്. ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ സാധിക്കുകയും ഒരു നേഴ്സായി എനിക്ക് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്തു. ബഹ്റൈനിലേക്കും മാൽഡീവ്സിലേക്കുമുള്ള എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുകയായിരുന്നു. ബഹ്റൈനിലേക്ക് സർവീസ് ചാർജ് കുറവായതിനാൽ ഞാൻ ബഹ്റൈൻ സെലക്ട് ചെയ്തിരിക്കുകയായിരുന്നു. എന്നാൽ ഫാമിലി വിസ ഇല്ലായിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത്, മാതാവ് കാണിച്ചു തരുന്നത് കുടുംബമായിട്ട് നിനക്ക് എങ്ങോട്ട് പോകാൻ സാധിക്കുമോ അങ്ങോട്ട് പോകുക എന്നാണ്. മാൽഡീവ്സിലേക്ക് ഫാമിലി വിസ ഉണ്ടായിരുന്നു. ആ സമയം തന്നെ ബഹ്റൈൻ ക്യാൻസൽ ചെയ്ത് മാൽഡീവ്സിലേക്ക് പോകാൻ തീരുമാനമെടുക്കുകയും അന്ന് തന്നെ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി തീരുന്നതിന് മുമ്പ് എനിക്ക് വിസ വരികയും മാൽഡീവ്സിലേക്ക് പോകാനും സാധിച്ചു. പത്തനംതിട്ട കുമ്പഴയിൽ നിന്നുള്ള റെമി തോമസിന്റെ സാക്ഷ്യം. 7 വർഷമായി സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് നടന്നില്ല. കൃപാസനം ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ നടന്നത്. ഞങ്ങളുടെ 17 സെന്റ് സ്ഥലം വിൽക്കാൻ ഞാൻ 7 വർഷമായി ശ്രമിച്ചിട്ട് തടസ്സങ്ങളായിരുന്നു. അത് ഇത്തിരി ഉള്ളിലോട്ടുള്ള സ്ഥലമായിരുന്നതിനാൽ ആരും എടുക്കുന്നില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വയ്ക്കുകയും കൃപാസനത്തിൽ വെഞ്ചരിച്ച മണ്ണും ഉപ്പും എടുത്തുകൊണ്ടുപോയി വസ്തുവിന്റെ 4 അതിരിലും ഇടുകയും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി ആ സ്ഥലം വിറ്റുപോയി. കൂടാതെ ഒരു ഭവനത്തിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ലോൺ കിട്ടുന്നതിന് തടസ്സങ്ങളായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 2 മാസം കൊണ്ട് ലോൺ ശരിയാകുകയും എല്ലാവരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒരു 2 നില വീട് ഒരു വർഷത്തിനകം പൂർത്തീകരിച്ച് താമസിക്കുവാൻ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കാനഡയിൽ നിന്നുള്ള അന്നയുടെ സാക്ഷ്യം. ഒറ്റ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിൽ കാനഡയിൽ എന്റെ ജോലി പോയ ദിവസം തന്നെ മാതാവ് ഇടപെട്ടു. ഞാൻ കാനഡയിൽ IT ഫീൽഡിൽ ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ ആ ഫീൽഡിലെ വർക്ക് കൾച്ചറും കമ്മ്യൂണിക്കേഷനും എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്റെ അമ്മ ഉടമ്പടി എടുക്കുന്നതിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. എപ്പോഴൊക്കെ കമ്പനിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ആ സമയമൊക്കെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പിന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ചെയ്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്ന് എനിക്ക് കോൾ വരികയും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ആ സമയം തന്നെ എന്റെ പ്രസന്റ് ജോലിയിൽ നിന്ന് ഒരു സെക്ഷൻ ആൾക്കാർ ലേ ഓഫ് ചെയ്തു. അപ്പോൾ എനിക്ക് ജോലി ഇല്ലാതായി. പക്ഷെ ജോലി ഇല്ലാതായ അന്ന് തന്നെ എനിക്ക് പുതിയ കമ്പനിയിൽ ജോലി ലഭിച്ചു.